ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനം എന്ന വിഷയത്തിൽ നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പം നമ്മുടെ സിലബസൊക്കെ മാറി വന്നിട്ടുള്ളതാണ്. നമുക്ക് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അവൈലബിൾ അല്ല കേട്ടോ. പക്ഷേ ടീച്ചർ ഇതാ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മക്കളെ ഇനി പേടിക്കൊന്നും വേണ്ട, നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ മക്കളും റെഡിയാണല്ലോ? അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ ടീച്ചർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി പറയാനായിട്ടുണ്ട്. കൂട്ടുകാർക്ക് വെറും 89 രൂപയ്ക്ക് നമ്മുടെ ചാനലിലുള്ള 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം വെക്കേഷൻ ക്ലാസ്സുകളും നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ ഈ ഒരു 89 രൂപയ്ക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനായിട്ടുണ്ട്. വീട്ടിൽ 2 or 3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 89 രൂപയ്ക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഏത് കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാവുന്നതാണ് കേട്ടോ. ഓരോരുത്തർക്ക് സ്പെഷ്യലായിട്ടുള്ള മറ്റ് ഫീസുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടനെ പോലെ തന്നെ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടൺ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 8589823710 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ചോദ്യത്തിലോട്ട് പോകാമല്ലേ. ടീച്ചർ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയക്കാരുടെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മിടുക്കന്മാരും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ആക്ടിവിറ്റി 1 നോക്കിക്കേ. നമുക്ക് ആദ്യം ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻസ് പറയാം, അതിനുശേഷം മലയാളം മീഡിയത്തിലോട്ട് വരാം കേട്ടോ. റിതം ആൻഡ് മ്യൂസിക് എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി. ഫ്രം മീരാസ് ഡയറി. നമുക്ക് അവിടെ മീരയുടെ ഡയറി തന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ മക്കളെ, എന്താണ് ഡയറി. ടുഡേ ഈസ് ദി ഫെസ്റ്റിവൽ ഡേ ഇൻ അവർ ടെമ്പിൾ. We were fascinated by the festive seasons there. Our programs were splendid. I watched Ottandullal for the first time. The costumes were colorful and the music as well as the instruments were amusing. It was interesting to listen to the social criticism presented satirically. Toppi Maddalam and Idakya were used to enrich the performance. I will ask more details about Ottandullal and other art forms to my teacher the next day. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് നമുക്കവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. മീരയുടെ ഡയറിയിൽ നിന്നല്ലേ താളം മേളം എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം വരുന്നത്. അപ്പോൾ നമ്മുടെ മീരയുടെ ഡയറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, എന്താണ്. ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്നാണ് ഉത്സവം. ഉത്സവ കാഴ്ചകൾ കണ്ട് മനം നിറഞ്ഞു. കലാപരിപാടിയോ അതികേമം. ഓട്ടൻതുള്ളൽ ആദ്യമായാണ് കാണുന്നത്. നിറപ്പകിട്ടാർന്ന വേഷവിധാനങ്ങളും പാട്ടും വാദ്യങ്ങളും വളരെ രസകരം തന്നെ. സമൂഹത്തിലെ പല തിന്മകളെയും നർമ്മരസം കലർത്തി വിമർശിക്കുന്നത് കേൾക്കാൻ ബഹുരസം. മേളക്കൊഴുപ്പിനായി ഇടയ്ക്കയും തൊപ്പിമദ്ദളവും ഉപയോഗിച്ചിട്ടുണ്ട്. ഓട്ടംതുള്ളലിനെയും മറ്റു കലാരൂപങ്ങളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നാളെ ടീച്ചറോട് ചോദിക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ മീരയുടെ ഡയറി എഴുതിയിട്ടുള്ളത് അല്ലേ. അവൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അവളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിൽ അവൾ കണ്ടിട്ടുള്ള കാഴ്ചകളും മറ്റും എല്ലാം അവൾ അതിൽ പറയുന്നുണ്ട് അല്ലേ. പിന്നെ ആദ്യമായിട്ട് അവൾ കാണുന്ന ഓട്ടംതുള്ളൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും അതിലെ വേഷവിധാനങ്ങളെക്കുറിച്ചും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ എന്താണ് തൊപ്പിമദ്ദളം എന്നതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം കൂടി അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. തൊപ്പിമദ്ദളം ഈ സ്മാളർ വേർഷൻ ഓഫ് ശുദ്ധ മദ്ദളം. Till recent days, തൊപ്പിമദ്ദളം was used as the main musical instrument for തുള്ളൽ. എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ് തൊപ്പിമദ്ദളം എന്ന് പറഞ്ഞ ശുദ്ധ മദ്ദളത്തിൻ്റെ അല്പം ചെറിയൊരു രൂപമാണ് തൊപ്പിമദ്ദളം എന്ന് പറയുന്നത്. അടുത്ത കാലത്ത് വരെ എന്താണ് തൊപ്പിമദ്ദളമായിരുന്നു തുള്ളൽ കലയിൽ പ്രധാന പക്കവാദ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മീരയുടെ ഡയറി കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ, ഹോപ്പ് യു ഹാവ് റീഡ് മീരാസ് ഡയറി. Now identify the following art forms and write their names in the boxes below എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നോക്കിക്കേ മക്കളെ, മീരയുടെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏത് കലാരൂപമാണെന്ന് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ മക്കളെ.
4 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മളെല്ലാം പാഠഭാഗങ്ങളിൽ പരിചയപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ, ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ആദ്യത്തെ കലാരൂപം നോക്കിക്കേ, മക്കൾ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക എ എന്ന് പറഞ്ഞിട്ട് ഏതാ എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ടീച്ചർ ആൻസർ അവസാനം കാണിക്കാം. ദെൻ സെക്കൻഡ് വൺ നോക്കിക്കുക മക്കളെ, ഇതാണ് ആ കലാരൂപം. കുറേ ആളുകൾ സംഘം ചേർന്നിട്ട് വട്ടത്തിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു കളി. പിന്നെ അടുത്തത് നോക്കിക്കുക മക്കളെ, അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്ന കലാരൂപങ്ങളാണ് അല്ലേ. തേർഡ് വൺ, അതുപോലെ തന്നെ ഫോർത്ത് വൺ നോക്കിക്കുക, ഒരുപാട് സംഘം സ്ത്രീകൾ ഒരു വിളക്കിന് ചുറ്റും നിന്നിട്ട് കളിക്കുകയാണ് അല്ലേ. ഏതൊക്കെയാണ് മക്കളെ നമുക്ക് തന്നിട്ടുള്ള കളി? ഓക്കെ, ആൻസറിലോട്ട് പോവാം അല്ലേ. നോക്കിക്കുക, ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഏതാണ്? കഥകളിയാണ് തന്നിട്ടുള്ളത് അല്ലേ. കഥകളിയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഇതാണ് കഥകളി എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് കഥകളി. ഇനി സെക്കൻഡ് വൺ, ഇതേതാണ് മക്കളെ നമുക്ക് തന്നിട്ടുള്ളത്? അതേ, മാർഗം കളിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്തരത്തിൽ പല കലാരൂപങ്ങളുടെയും ചിത്രങ്ങൾ തന്നുകൊണ്ട് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ പേര് എഴുതാനായിട്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം നന്നായിട്ട് നോക്കി പോവുക. നിങ്ങൾക്കറിയാവുന്ന കലാരൂപങ്ങളുടെ പേരുകളൊക്കെ പറയാനായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ തേർഡ് വൺ, അത് എല്ലാ മക്കൾക്കും അറിയുന്നതാണ്. ഏതാണ്? ഒപ്പനയാണ്. ദെൻ ലാസ്റ്റ് വൺ ഏതാണ് മക്കളെ? യെസ്, തിരുവാതിരക്കളിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മുൻവർഷം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ബി ക്വസ്റ്റ്യനിലോട്ട് പോകാൻ നോക്കിക്കുക മക്കളെ. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് ദി ആർട്ട് ഫോംസ് ഇൻ ദി എബോ പിക്ചേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് മുകളിൽ തന്നിട്ടുള്ള പിക്ചേഴ്സിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് ചെറിയൊരു കുറിപ്പ് എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കഥകളിയെക്കുറിച്ചോ മാർഗംകളിയെക്കുറിച്ചിട്ടോ ഒപ്പനയെക്കുറിച്ചിട്ടോ തിരുവാതിരയെക്കുറിച്ചിട്ടോ ഏതിനെക്കുറിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇവിടെ കഥകളിയെക്കുറിച്ചിട്ട് ചെറിയൊരു ഷോർട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. കഥകളി ഈസ് എ കംപ്ലീറ്റ് കേരള വിഷ്വൽ ആർട്ട്. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ കേരള. In Kathakali, dance, acting, music and the mudras are equally important. It is also a world famous art form. The important Veshams in Kathakali are Pacha, Katti, Kari, Thadi and Minukka. Kathakali is also known as the king of art. For promoting Kathakali, Vallathol, the well-known Malayalam poet, started കേരള കലാമണ്ഡലം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് മക്കളെ ഇവിടെ കഥകളിയെക്കുറിച്ച് പറഞ്ഞത്? കഥകളി ഈസ് എ കംപ്ലീറ്റ് കേരള വിഷ്വൽ ആർട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മളെ കേരളത്തിലെ ഒരു കലാരൂപമാണ് എന്തെന്ന് പറയുന്നത്, കഥകളി എന്ന് പറയുന്നത്. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ കേരള. എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്? കേരളത്തിലാണ്. ഇൻ കഥകളി ഡാൻസ്, മ്യൂസിക്, ആക്ടിങ് ആൻഡ് ദി മുദ്ര ആർ ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ ഒരു കഥകളിയിൽ അതിൻ്റെ ഡാൻസ് ആയാലും അതിൽ ആക്ടിങ് ആയാലും മ്യൂസിക് ആയാലും അതിലുള്ള മുദ്രകളൊക്കെ എന്താണ്, എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോം ആണ് അല്ലേ. ഇനി പിന്നെ അതിനെക്കുറിച്ച് അതിലെ വേഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കഥകളിയുടെ വേഷം ഏതൊക്കെയാണ് മക്കളെ? പച്ച, കത്തി, കരി, താടി, മിനുക്കൊക്കെയാണ് അല്ലേ. അപ്പോൾ അതും നിങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ കഥകളി കിങ് ഓഫ് ആർട്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ആ പോയിന്റ് മക്കൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ആ ഒരു കഥകളി എന്ന് പറയുന്ന പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വള്ളത്തോൾ, അതായത് നമ്മുടെ മലയാളത്തിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു കവിയാണ് വള്ളത്തോൾ എന്ന് പറയുന്നില്ല. അദ്ദേഹം എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? കേരള കലാമണ്ഡലം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം അതിനനുസരിച്ച് മക്കൾക്ക് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതിന് ആൻസർ എഴുതുക കേട്ടോ. ഇത്തരത്തിൽ ഒരു 1-2 കലാരൂപത്തെക്കുറിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, ചെറിയൊരു ഷോർട്ട് നോട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. മലയാളം മീഡിയംകാരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. കൂട്ടുകാർക്ക് എഴുതാൻ വലിയ പ്രയാസം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ആവുന്ന സമയത്ത് നിങ്ങൾ അതിന് യൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് അറിഞ്ഞിരിക്കുക. സ്പെല്ലിംഗ് ഒക്കെ മക്കൾ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ചിട്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 1ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലോട്ട് പോവാം അല്ലേ. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 2 എന്താ? ലെറ്റ്സ് സീ ദി മൂൺ. യു മേ നോ ദാറ്റ് വി ക്യാൻ സീ illuminated part of moon fully visible from the earth on a certain day. Name the day എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മക്കളെ 2ാമത്തെ പ്രവർത്തനം? നോക്കിക്കേ, ചന്ദ്രനെ കാണാമെന്നതാണ് അല്ലേ. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണുന്ന ദിവസമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ദിവസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്ന ദിവസത്തിൻ്റെ ഒരു പേരുണ്ട്. ആ പേരാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് മക്കളെ? നമ്മുടെ കമൻറ്റ് ബോക്സ് പറഞ്ഞ ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
നോക്കിക്കേ ഏതാണ് മക്കളെ? ഫുൾ മൂൺ ഡേ ആണ് അല്ലേ? ഫുൾ മൂൺ ഡേ, അതായത് പൗർണമി എന്ന് നമ്മൾ പറയില്ലേ, പൗർണമി എന്ന് നമ്മൾ പറയും. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അപ്പോൾ അത് മക്കൾ എഴുതുക കേട്ടോ, ഫുൾ മൂൺ ഡേ എന്ന്, അതല്ലെങ്കിൽ പൗർണമി എന്നുള്ളത് കാര്യം മക്കൾ എന്ത് ചെയ്യുക? എഴുതുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ദെൻ നമുക്ക് അതിൽ ബി ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? ബി ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? നോക്കിക്കേ, the moon, the sun, the earth will be on a straight line on the day in which the illuminated part of the moon can be fully seen. Observe the picture given below. What will be the order of the moon, the earth and the sun on this day? Write it down എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണുന്ന ദിവസം ചന്ദ്രനും ഭൂമിയും സൂര്യനും നേർരേഖയിലാണ്. അത് നമുക്കറിയാം അല്ലേ? ഇത്തരം ദിവസങ്ങളിൽ ചന്ദ്രൻ, ഭൂമി, സൂര്യൻ എന്നിവ ഏത് ക്രമത്തിലായിരിക്കും വരിക? താഴെയുള്ള ചിത്രത്തിൽ അവയുടെ പേരുകൾ എഴുതി ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? സണ്ണിൻ്റെയും എർത്തിൻ്റെയും അതുപോലെ തന്നെ മൂണിൻ്റെയും അല്ലേ, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചിത്രങ്ങളാണ് തന്നത്. അപ്പോൾ ഓരോന്നും ഏതാണ് എന്നുള്ളത് മക്കൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള കോളത്തിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ നോക്കിക്കുക മക്കൾ, ഏതാണ് ആദ്യം വരിക? യെസ്, സണ്ണ്, എർത്ത്, മൂണ് എന്നുള്ള രീതിയിലാണ് വരിക അല്ലേ? ഇത് സണ്ണ് അല്ലേ, സണ്ണ്. അതുപോലെ തന്നെ ഇതേതാണ്? എർത്ത് അല്ലേ? സണ്ണ്, എർത്ത്, മൂൺ എന്നുള്ള രീതിയിലാണ് വരിക അല്ലേ? സണ്ണെന്ന് പറയുമ്പോൾ എന്ത് വരും? മലയാളം മീഡിയക്കാരാവുന്ന സമയത്ത് സൂര്യൻ, ഇവിടെ ഭൂമി വരും. മൂൺ എന്നുള്ളിടത്ത് എന്ത് വരും മക്കളെ? ചന്ദ്രൻ വരും അല്ലേ? ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഈ പൗർണമി, അമാവാസിയിലെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കൾ. എന്ത് ചെയ്യുക? ആ കാര്യം ഓർത്തിരിക്കുക. ഇത് പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ ചിത്രീകരിക്കാനായിട്ടുള്ള ചോദ്യം വരാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചിത്രം തന്നുകൊണ്ട് കറക്റ്റ് പിക്ചർ ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ടിക്ക് ചെയ്യാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മക്കൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നമുക്കതിൽ സി ക്വസ്റ്റ്യനിലോട്ട് പോകാൻ നോക്കിക്കുക മക്കളെ. എന്താണ് സി ക്വസ്റ്റ്യൻ? Amblimaman became smaller and smaller day by day. It was vanished. Where is it now? Do you agree with Ammukutti? The moon is not seen on some days. Is it because it is vanished? Find the answer to അമ്മുക്കുട്ടീസ് ഡൗട്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അമ്മുക്കുട്ടി അവിടെ എന്താണ് ചിന്തിക്കുന്നത്? അമ്പിളിമാമൻ ഓരോ ദിവസവും ചെറുതായി മാഞ്ഞു പോയില്ലേ? ഇന്ന് എവിടെയും കാണുന്നില്ല. അമ്പിളിമാമൻ എവിടെയായിരിക്കുമെന്നാണ് അവൾ ചിന്തിക്കുന്നത് അല്ലേ? അപ്പോൾ അമ്മുക്കുട്ടി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചില ദിവസങ്ങളിൽ ചന്ദ്രനെ തീരെ കാണാത്തത് അത് മാഞ്ഞു പോകുന്നത് കൊണ്ടാണോ? അമ്മുക്കുട്ടിയുടെ സംശയത്തിന് മറുപടി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് ഒരു 2-3 പോയിന്റ്സ് എഴുതിയാൽ മക്കൾക്ക് ആ ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള മുഴുവൻ സ്കോറും ലഭിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് അമ്മുക്കുട്ടി ചോദിച്ചിട്ടുള്ളത്? എന്താണ്? അമ്പിളിമാമന് മാഞ്ഞു പോയത് കൊണ്ടാണോ അതിനെ തീരെ കാണാൻ പറ്റാത്തത്? അമ്പിളിമാമൻ എവിടെയാണ്, എന്തുകൊണ്ടാണ് മാഞ്ഞു പോയത്? അതിൻ്റെ അമ്മുക്കുട്ടിക്കുള്ള മറുപടി കൊടുക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കിക്കേ. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരാം കേട്ടോ. വി ആർ അണേബിൾ ടു സീ ദി മൂൺ ബിക്കോസ് സൺലൈറ്റ് ഡസ് നോട്ട് ഫാൾ ഓൺ ദി സൈഡ് ദാറ്റ് ഈസ് ഫേസിങ് ആസ്. വി ക്യാൻ സീ ആൻ ഒബ്ജക്റ്റ് ഓൺലി വെൻ ലൈറ്റ്സ് ഫാൾസ് ഓൺ ഇറ്റ്. മൂൺ ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ലൈറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർ അത്തരത്തിൽ ആൻസർ ചെയ്ത എന്താണ് മക്കളെ എങ്ങനെ പറഞ്ഞാൽ? വി ആർ അണേബിൾ ടു സീ മൂൺ ബിക്കോസ് ദി സൺലൈറ്റ് ഡസ് നോട്ട് ഫാൾ ഓൺ ദി സൈഡ് ദാറ്റ് ഈസ് ഫേസിങ് അസ്. അതായത് നോക്കിക്കേ, സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം നമുക്ക് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോൾ നമുക്ക് ചന്ദ്രനെ തീരെ കാണാനായിട്ട് കഴിയുന്നില്ല അല്ലേ? എന്താണ് പറഞ്ഞത്? സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന സമയത്ത് ചന്ദ്രനെ തീരെ കാണാനായിട്ട് കഴിയില്ല. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നോക്കിക്കേ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവ നേർരേഖയിൽ വരുന്നത് കൊണ്ടല്ലേ, അതൊരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. അത് നമ്മൾ പറഞ്ഞു, മൂൺ കാണ്ട് പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ലൈറ്റ് അല്ലേ? എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് ഒറ്റയ്ക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 3 കാരണങ്ങൾ ഉൾപ്പെടുത്തിയാലാണ് നിങ്ങൾക്ക് അതിനുള്ള മുഴുവൻ സ്കോറിങ് കിട്ടുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് 3ഉം നേർരേഖയിൽ വരുന്നത് ഒരു കാരണമാണ്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാനായിട്ട് കഴിവില്ല. അതുപോലെ തന്നെ സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം ഭൂമിക്ക്
ഉന്മുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മുന്നിൽ എക്സാമിനായിട്ട് ടൈമുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് വെക്കുക കേട്ടോ. ഈ പൗർണമി അതായത് ഫുൾ മൂൺ ഡേയെ കുറിച്ചൊക്കെ മക്കൾ എന്ത് ചെയ്യും, നന്നായിട്ട് അറിഞ്ഞു വെക്കുക. അതിൻ്റെ ചിത്രീകരണമൊക്കെ അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. എക്സാമിന് വളരെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ടീച്ചർ പറഞ്ഞാലോ, നിങ്ങൾക്ക് 89 രൂപ എടുത്തിട്ട് 89 രൂപ കൊണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാരി എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വെക്കേഷൻ ക്ലാസ്സുകളും നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളും എല്ലാ വിഷയത്തിൻ്റെതും കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് വെറും 89 രൂപയ്ക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 8589823710 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.